വെറൈറ്റി ആയിട്ടുള്ള സെക്കൻഡ് റോ ആണ്. ഇതേപോലത്തെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിങ്ങൾ ഏതെങ്കിലും വണ്ടിയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടോ. ആരൊക്കെ കണ്ടിട്ട് നോക്കട്ടെ. കുറേ ഫങ്ഷൻസ് ഇതിൽ നമ്മൾ സ്വയമായിട്ട് കണ്ടെത്തണം. കാരണം അവർ അതിനുള്ള എല്ലാ ഫെസിലിറ്റിയും കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് നിർത്താം, ഇങ്ങനെ പിടിച്ച് പോക്കാണ്. യെസ്, ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് റയർ ഓഫ് റയറസ്റ്റ് എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരു വാഹനമാണ്. ഈ വാഹനം കേരളത്തിൽ നമ്മളങ്ങനെ അധികം കണ്ടിട്ടില്ല, അധികം സ്പോട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഏതാണ് ആ വാഹനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടൊയോട്ട എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനിയുടെ ടൊയോട്ട എസ്റ്റിമ. വളരെ റയറായിട്ടുള്ള ഒരു മോഡലാണ്. ആക്ച്വലി ഇതിൻ്റെ ശരിക്കും പേര് പ്രിവിയ എന്നാണ്. ജപ്പാനിലാണ് ഇത് എസ്റ്റിമ എന്നറിയപ്പെടുന്നത്. അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാം. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ടൊയോട്ട എസ്റ്റിമ. ടൊയോട്ട എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനി വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 90 കാലഘട്ടങ്ങളിൽ ആരംഭിച്ചിട്ടുണ്ടായിരുന്ന ഒരു മിനി വാനാണ് ശരിക്കും ടൊയോട്ട എസ്റ്റിമ. ഇതിൻ്റെ പേര് പ്രിവിയ എന്നാണ്. ജാപ്പാനിലാണ് ഇത് എസ്റ്റിമ എന്നറിയപ്പെടുന്നത്. ഓസ്ട്രേലിയയിൽ ഇതിന് വേറെ പേരായിരുന്നു. പ്രിവിയ എന്ന് പറയുന്ന പേര് വരാനുണ്ടായ കാര്യം, പ്രിവിയ എന്ന് പറയുന്ന വാക്കിൻ്റെ സ്പാനിഷ് അർത്ഥം ശരിക്കും പ്രിവ്യൂ എന്നാണ്. അത് അന്ന് കാലത്ത്, അതായത് ഇവർ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഫ്യൂച്ചർ മിനി വാനുകൾ എങ്ങനെയായിരിക്കും, അതിനകത്തുള്ള ടെക്നോളജീസ് എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം ഷോക്കേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഇവർ ഈ വാഹനത്തെ ആദ്യമായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അതിന് പ്രിവ്യൂ എന്നർത്ഥം വരുന്ന പ്രിവിയ എന്ന് പറയുന്ന പേരിട്ടുണ്ടായിരുന്നത്. ഒരു എഗ് ഷേപ്പ്ഡ് കാറാണ്. ഏറെക്കുറെയൊക്കെ ഇന്നോവൻ്റെ മുൻഗാമി എന്നൊക്കെ വിശേഷിപ്പിക്കാം. കാരണം വെച്ച് കഴിഞ്ഞാൽ കുറേയൊക്കെ ഒരു ഇന്നോവ ടച്ചാണ്, എന്നാൽ കുറച്ച് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പാറ്റേണിലാണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഹെഡ് ലാമ്പ് യൂണിറ്റ് ഇവിടെ കാണാം. ചേമ്പറുകളായിട്ടാണ് ക്രമീകരിച്ചിട്ടുള്ളത്. റൗണ്ട് ഹെഡ് ലാമ്പ് യൂണിറ്റുകൾ സ്വാഭാവികമായിട്ടും ഹാലജനാണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന 2011 മോഡലാണ്. എറണാകുളം ബേസ്ഡ് ആയിട്ടുള്ള ലെക്സ് മോട്ടോഴ്സ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ കയ്യിലാണ് ഇപ്പോൾ ഈ വാഹനം ഉള്ളത്. ഇത് സെയിൽ ചെയ്യാനുള്ളതാണ്. അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ പറയാം. അപ്പോൾ അതിൻ്റെ ഗ്രില്ലിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ അങ്ങനെ കാര്യമായിട്ടുള്ള ഗ്രിൽ പാറ്റേൺ ഒന്നുമില്ല. വളരെ ചെറിയ വളരെ ചിണ്ടു ബിണ്ടു ആയിട്ടുള്ള ഒരു ഗ്രിൽ യൂണിറ്റാണ് അവിടെ കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ലോഗോ, ഇത് ശരിക്കും ടൊയോട്ടയുടെ തന്നെ ലോഗോ ആണ്. ശരിക്കും ടൊയോട്ടയുടെ മറ്റേ എംബ്ലോ അല്ല. ജപ്പാനിലും അതുപോലെ തന്നെ ഇന്തോനേഷ്യയിലും തായ്ലാൻഡിലും ഒക്കെ നമ്മൾ പോയ സമയത്ത് നമ്മൾ കണ്ടിട്ടുള്ളൊരു കാര്യം, ഇന്തോനേഷ്യ ഞാൻ പോയിട്ടില്ല, അവിടെയൊക്കെ ഉള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീലർഷിപ്പുകൾ ഒരു ഏരിയ ബേസ്ഡായിട്ട് ഇത്തരത്തിൽ ലോഗോസ് കൊടുക്കാറുണ്ട് എന്നുള്ളതാണ്. അത് പല വാഹനം, ഇപ്പോൾ ടൊയോട്ട ഹാരിയറൊക്കെ കാണുന്ന സമയത്ത് നമ്മളത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതിനെക്കുറിച്ച് ഒരിക്കൽ തായ്ലാൻഡ് കാർ ഹണ്ട് സീരീസിൽ സംസാരിച്ചിട്ടുണ്ട്, നിങ്ങൾ ഓർക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഭാഗം ഫ്രണ്ടിലേക്ക് ഇങ്ങനെ കൂർത്ത് നിൽക്കുന്ന പോലെയാണ് തോന്നുന്നത്. അപ്പോൾ തന്നെ ബമ്പർ യൂണിറ്റ്, താഴ്ഭാഗത്ത് എയർ ഡാം യൂണിറ്റും കാര്യങ്ങളൊക്കെ കാണാം. അതിനകത്തൊരു ക്രോം എലമെൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ഫോഗ് ലാമ്പ് യൂണിറ്റും കാണാം. അതും ഹാലജനായിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത്. മൊത്തത്തിൽ ഈ ഒരു യൂണിറ്റ് മൊത്തമായിട്ട് ക്രമീകരിച്ച രീതിയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി വൈപ്പറിലേക്ക് വന്നു കഴിഞ്ഞാൽ വലിയ വൈപ്പർ യൂണിറ്റാണ്. കാരണം വലിയ വിൻഷീൽഡാണ്, അതിനെ കവർ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഇത് വലുതും ഇതതിൻ്റെ കുറച്ച് ചെറുതുമാണ്. പക്ഷേ ഇതിൻ്റെ ഈ ഒരു ലെഗ് ഭയങ്കര നീളം കൂടുതലായിട്ടാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണ്. ശരിക്കും എസ്റ്റിമ ഇറങ്ങുന്ന കാലഘട്ടങ്ങളിൽ, അതായത് ആദ്യത്തെ കാലഘട്ടങ്ങളിൽ, അല്ലെങ്കിൽ പ്രീവിയ എന്നൊക്കെ പറയാം, ഒരു സൈഡിൽ മാത്രമേ ഡോർ ഉണ്ടായിരുന്നുള്ളൂ, മറ്റേ സൈഡിൽ ഡോർ ഉണ്ടാവാറുണ്ടായിരുന്നില്ല. അത് സ്ലൈഡിങ് ഡോറാണ്. ഇതിനകത്തും സ്ലൈഡിങ് ഡോറാണ് വന്നുള്ളതിനെ കുറിച്ച് പറയാം. 18 ഇഞ്ച് വീലുകളാണ് കൊടുത്തുള്ളത്. R18 15 ഇഞ്ച് വീലുകളായിരുന്നു മുമ്പ് ഉണ്ടായിരുന്നതെന്നാണ് ഞാൻ ഓർക്കുന്നത്. അതുപോലെ ഇവിടെ സൈഡ് വ്യൂ മിറർ കാണാം. അതിനകത്ത് ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ക്വാർട്ടർ ഗ്ലാസിൻ്റെ ഭാഗം പോലെ ഇങ്ങോട്ട് ഫ്രണ്ടിലത്തെ ഒരു ഭാഗം നമുക്കിവിടെ കാണാം. അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡാഷ്ബോർഡ് കുറച്ചുകൂടി ലെങ്ത്, ഇവിടം വരെ ഡാഷ്ബോർഡ് ഉണ്ട്. ഡ്രൈവിംഗ് സീറ്റ് ഈ ഒരു ഭാഗത്താണ് അങ്ങനെ ക്രമീകരിച്ചുള്ളത്. ഇതാണ് ബാക്കിലത്തെ ഡോറ്. ഇപ്പോൾ തന്നെ കാണിക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക്കലി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സ്ലൈഡിങ് ഡോറുകളാണ്. അത് ഞാൻ സംസാരിക്കാം അതിനെക്കുറിച്ച്. അതുപോലെ ഇവിടെ നമുക്ക് എസ്റ്റിമ എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും. ടിൻറ്റഡ് ആണ് ഗ്ലാസ്സൊക്കെ. ഈ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് വലിയൊരു ക്വാർട്ടർ ഗ്ലാസിൻ്റെ ഏരിയയുണ്ട്. കുറച്ചുകൂടി പ്ലെയിൻ ആയിട്ടുള്ള ഒരു സൈഡ് പ്രൊഫൈലാണ് എന്ന് പറയാം. റിയർ പ്രൊഫൈലിലേക്ക് വരാം. ഏറെക്കെ നമ്മൾ എവിടേക്കോ കണ്ട ടൊയോട്ട ടച്ചൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ടൊയോട്ട ലോഗോ കാണാം. പരസ്പരം കണക്ഷൻ പോലെയുള്ള ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റ്. ആക്ച്വലി ഇവിടെ ഈ ഭാഗത്ത് ലാമ്പ് ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ടെയിൽ ലാമ്പ് യൂണിറ്റ് സ്പ്ലിറ്റായിട്ടാണ് കൊടുത്തേക്കുന്നത്. ഹാലജൻ തന്നെയാണ് ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. എസ്റ്റിമ എന്ന് പറയുന്നൊരു ബാഡ്ജിങ് കാണാം. ജാപ്പനീസ് സ്പെക്കാണ്, അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഇവിടെ ജാപ്പനീസ് ലെറ്ററിംഗ് ഒക്കെ കാണാം. ഇത് വേറെയും ചില സ്ഥലങ്ങളിലുണ്ട്, ഞാൻ പറയാം, അതിലേക്ക് വരാം. അതുപോലെ ഇവിടെ വൈപ്പർ യൂണിറ്റ്, ഡീഫോഗർ ലൈൻസ്, ഹൈമൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ്, അതുപോലെ ഈ കാൻഡിൽ ലിവർ എന്നൊക്കെ പറയില്ലേ വീടിനൊക്കെ ഉണ്ടാവട്ടെ, അതേപോലെ ഇവിടെ കാൻഡിൽ ലിവർ ആയിട്ട് നിൽക്കുന്ന സ്പോയിലറിനെ കാണാം. എവിടെയും തടസ്സങ്ങളൊന്നുമില്ല. ദാറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ്. റിയർ ക്യാമറ ഇല്ല, ക്യാമറ ഒന്നും കൊടുത്തില്ല. ബമ്പറിൻ്റെ അകത്തേക്ക് വന്ന റിഫ്ലക്ഷൻ യൂണിറ്റ് കാര്യങ്ങളൊക്കെ. എക്സോസ് പൈപ്പ് അത്ര വിസിബിൾ അല്ല ഈ ഒരു ഭാഗത്താണ്. എനിക്ക് തോന്നുന്നു ഇതിന് തൊട്ട് മുമ്പുള്ള മോഡലിൽ എക്സോസ് പൈപ്പ് കുറച്ചുകൂടി വിസിബിൾ ആയിരുന്നു എന്നുള്ളതാണ്. ആ ഒരു പ്രശ്നം ഈ മോഡലിലേക്ക് വന്നപ്പം, അതായത് 2011 വന്നപ്പം അവർ പരിഹരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ബൂട്ട് സ്പേസ് മാനുവലി ഓപ്പറേറ്റ് ചെയ്യുന്നതാണ്.
ധാരാളം സ്പേസ് ഉള്ള ഒരു റിയർ ഭാഗമാണ്. ആക്ച്വലി ഇതൊരു 7 സീറ്ററാണ്. 7 അല്ല, ബാക്കിലത്തത് 2 ആയിട്ട് കൂട്ടണമെങ്കിൽ 6 സീറ്റർ, ബാക്കിൽ 3 ആൾ ഇരിക്കുകയാണെങ്കിൽ 7 സീറ്റർ. ആ സീറ്റ് ഇവിടെയാണുള്ളത്. ഇത് ആക്ച്വലി നമ്മൾ കാർണിവലിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, ബൂട്ടിന് താഴ്ഭാഗത്തേക്ക് മടക്കി വെക്കുന്ന ആൾക്ക് ഇങ്ങോട്ട് നിർത്താം, ഇങ്ങനെ പിടിച്ച് പൊക്കാം. യെസ്, എന്നിട്ട് ഇങ്ങോട്ട് നിർത്താം. അപ്പോൾ ഇത് ആക്ച്വലി കിടക്കുകയൊക്കെ ചെയ്യാം, ഇത്രയും ഫ്ലാറ്റാക്കി വെക്കാം. പിന്നെ അതേപോലെ ഇതും ഇടിച്ചിങ്ങോട്ട് പൊക്കിക്കുക. യെസ്, ഇതിലേക്കോട്ട് നിർത്താം. അത്യാവശ്യം റിക്ലൈനിങ് ഫെസിലിറ്റി ഇല്ല, കാണുമ്പോൾ കുറച്ച് ലെഗ് റൂം ഉണ്ട്, അത് നമുക്ക് അകത്തേക്ക് പോയിട്ട് പരിശോധിക്കാം. ഇനി ഇവിടെ ഒരു മൂടി ഉണ്ടാവലുണ്ട് ശരിക്കും, ഇപ്പോൾ ഇതിനകത്ത് അത് മിസ്സിംഗ് ആണ്. ഇവിടെ കവർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വലിയ ബൂട്ട് സ്പേസ് ആയിട്ട് വർക്ക് ചെയ്യും. അല്ലെങ്കിൽ ഓക്കെ, എത്രയോ സ്പേസാന്ന് പറയുക ബൂട്ടിന്. ബൂട്ട് കപ്പാസിറ്റി ഹ്യൂജാണ്, ഹ്യൂമങ്കസ് എന്ന് പറയില്ലേ, ആ തരത്തിലാണ് കൊടുത്തുള്ളത്. ഇനി നമുക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഫോൾഡ് ചെയ്യുക, അങ്ങോട്ട് ഫോൾഡ് ചെയ്യുക, എന്നിട്ട് ഇത് പിടിച്ചിട്ട് ഇങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരും. കണ്ട ഈ ലോക്കിംഗ് സിസ്റ്റം ഒക്കെ ഇവിടെ കണ്ട, അതാണ് ഇതിൻ്റെ ഫങ്ഷനിങ്. അങ്ങനെ സംഭവിക്കുന്നത് കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മളിത് ഫോൾഡ് ചെയ്തു, എന്നിട്ട് ഇതിങ്ങോട്ട് വലിക്കുന്ന സമയത്ത് കണ്ടാ അവിടുന്ന് ഉള്ളിൽ താഴ്ഭാഗത്ത് സീറ്റിൻ്റെ ഭാഗത്ത് ഈ ലോക്കുകളാണ് വിടുന്നത്. എന്നിട്ട് നമുക്കിത് ഇങ്ങോട്ട് ഇതാക്കി വെക്കാം. ഇനി ഇതാ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടം വരെ റെയിൽ കാണാം. ആ സീറ്റിനെ നമുക്ക് ഇവിടം വരെ എക്സ്റ്റെൻഡ് ചെയ്യിക്കാം. അത് ഞാൻ അകത്തേക്ക് പോകുന്ന സമയത്ത് പറയാം. ഇനി ഇവിടെ ദാ 3rd റോ പാസഞ്ചേഴ്സിന് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. 2 ആൾക്കും 2 കപ്പ് ഹോൾഡേഴ്സും സ്റ്റോറേജ് സ്പേസും ഉണ്ട്. ഇവിടെ 2 അതേപോലെ അപ്പുറത്തും 2 കൊടുത്തിട്ടുണ്ട്. അതായത് 2 സൈഡിലുള്ള ആളുകൾക്കും 2 വീതം കപ്പ് ഹോൾഡർ. മൊത്തം ബാക്കിൽ 4 കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. ഇൻട്രസ്റ്റിംഗ്. ലാമ്പൊക്കെയാ സ്റ്റിൽ വർക്കിംഗ് ആണ് കേട്ടോ. നല്ല നീറ്റാണ് വണ്ടി. ബാക്കിലത്തെ ആൾക്കാർക്കുള്ള സീറ്റ് ബെൽറ്റും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. നൈസ്. ഞാൻ ഈ സീറ്റ് നിർത്തി വെക്കാം, കാരണം നമുക്ക് അവിടെ പോയിട്ട് ഇതിൻ്റെ ലെഗ് റൂമൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് രണ്ടും വീണ്ടും നിർത്തി വെക്കണം. ഇനി ക്ലോസ് ചെയ്യാം. ഇനി നമ്മൾ ഇൻറ്റീരിയറിലേക്ക് വരാം. ഡോറ് വലിയ ഡോറാണ്. നോക്കിയാൽ അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഡോറുകളാണ്. ഡോറിനകത്ത് ലെതറാണ്, ഇതൊക്കെ ലെതർ മെറ്റീരിയലാണ്. ഇത് ലെതറാണ്, ഇത് ലെതറാണ്, ഇതും ലെതർ തന്നെയാണ്. ഒരു സോഫ്റ്റ് ലെതർ കവേർഡ്. അതുപോലെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊരു പ്ലാസ്റ്റിക് ആണ്, ബട്ട് ഒരു വുഡൻ ട്രിമ്മിൻ്റെ പാറ്റേൺ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിനകത്ത് പവർ വിൻഡോ കൺട്രോളാണ്, ഓൾ ഓട്ടോ. എല്ലാ വിൻഡോയും ഓട്ടോമാറ്റിക് അപ്പ് ആൻഡ് ഡൗൺ ആണെന്ന് തോന്നുന്നു. നമുക്ക് ചെക്ക് ചെയ്യാം. ഇഗ്നിഷൻ ഓൺ ചെയ്യണം. താഴ്ഭാഗത്ത് സ്റ്റോറേജ് സ്പേസും മ്യൂസിക് സിസ്റ്റത്തിൻ്റെ ഒരു ഭാഗവും കാണാം. ഇനി സീറ്റിലേക്ക് വരാം. ലെതർ സീറ്റാണ്, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ്. 2011 മോഡലാണെന്ന് ആലോചിക്കണേ. ലെതർ സീറ്റ്, ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ, സെപ്പറേറ്റ് ഹാൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. നൈസ്. കയറിയിരുന്ന് നോക്കാം അല്ലേ. നല്ല നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റാണ്. ഒരു ചെറിയ സോഫ സെറ്റിൻ്റെ ഫീലൊക്കെ ഉണ്ട്. ഡാഷ്ബോർഡിനെ നമുക്ക് വിശദമായിട്ട് പരിചയപ്പെടാം. അതിനൊപ്പം തന്നെ ഒരു കാര്യം പറയാം, മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ സൗണ്ട് ഒരു പക്ഷേ ചെറുതായിട്ട് അലോസരപ്പെടുത്താൻ ചാൻസ് ഉണ്ട്. ഏതായാലും നോക്കാം. വൈപ്പറിൻ്റെ വർക്കിംഗ് നോക്കിയാൽ ഗ്ലാസ് ഏറെക്കുറെ ഒക്കെ കവർ ചെയ്യുന്നുണ്ട്, ഇവിടം വരെ കവർ ചെയ്യുന്നുണ്ട്. അതായത് നമ്മളെ വിസിബിലിറ്റി ഏരിയ വരെ അത് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ. ഇതേപോലത്തെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ നിങ്ങൾ ഏതെങ്കിലും വണ്ടിയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് കിട്ടോ. ആരൊക്കെ കണ്ടിട്ട് നോക്കട്ടെ. വലിയ ഗേജസ് ആണ് കൊടുത്തിരിക്കുന്നത്. സ്പീഡോമീറ്റർ സെൻറ്ററിൽ നമുക്ക് കാണാം. അതിൻ്റെ സെൻട്രലായിട്ട് നിങ്ങൾക്ക് ഒരു ചെറിയ ഡിജിറ്റൽ ഭാഗം കാണാം. അതിനകത്ത് എഴുതിയേക്കുന്ന ലെറ്ററിംഗ് ഒക്കെ ജാപ്പനീസ് ഭാഷയിലാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഡോർ തുറന്നു കഴിഞ്ഞാൽ ഡോർ തുറന്നിരിക്കുന്നു എന്നൊക്കെ എഴുതി കാണിക്കുന്നതൊക്കെ ഒരു ജാപ്പനീസ് ലാംഗ്വേജിലാണ്. അതെല്ലാ ഇൻഡിക്കേഷൻസും ജാപ്പനീസ് ഭാഷയിലാണ് കൊടുത്തിരിക്കുന്നത്. കാരണം എസ്റ്റിമ ഒരു ജാപ്പനീസ് വണ്ടിയാണ്. തൊട്ടിപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ RPM മീറ്റർ കാണാം. ഒരു 6800 6900 മുതലൊക്കെയാണ് റെഡ് ലൈൻ ചെയ്തിരിക്കുന്നത്. വലിയ ഗേജസ് ആണ്, നല്ല വിസിബിൾ ആണ്. അത്രയും ദൂരെയാണ് എന്നുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അതുകൊണ്ടാണ് അത് വലുതാക്കി കൊടുത്തേക്കണമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മളെ ഇൻഫോർടൈൻമെൻറ്റിൻ്റെ ഭാഗം കാണാം. മ്യൂസിക് സിസ്റ്റത്തിൻ്റെതാണ്, അതിൻ്റെ കൺട്രോൾസും അതിൻ്റെ ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഹസാർഡ് ലാമ്പിൻ്റെ ബട്ടൺ, അതുപോലെ തന്നെ ഓഡോ ട്രിപ്പ് അങ്ങനത്തെ കൺട്രോളും ഡിസ്പ്ലേ അഡ്ജസ്റ്റ്മെൻറ്റ്, ബ്രൈറ്റ്നസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും അവിടെ കാണാം. AC വെൻറ്റുകൾ, അതിൻ്റെ താഴ്ഭാഗത്ത് ക്ലൈമറ്റ് കൺട്രോളും കാണാം. ഈ 2 ബട്ടൺ ബാക്കിലത്തെ പാസഞ്ചേഴ്സിനുള്ള ക്ലൈമറ്റ് കൺട്രോളാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഫ്രണ്ട് ഡ്യുവൽ, ഓഫ്, ടെമ്പറേച്ചർ അങ്ങനത്തെ ബട്ടൺസ് കാര്യങ്ങളാണ്. ട്രാൻസ്മിഷൻ ഇവിടെ കാണാം. അതിൻ്റെ ആ ഒരു പാറ്റേൺ ഒക്കെ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ആക്സസറീസിൻ്റെ ഭാഗമാണ്. ഇത് ഈ വണ്ടിൻ്റെ കൂടെ ഉള്ളതല്ല. ഇവിടെ നമുക്കൊരു 12 വോൾട്ടിൻ്റെ ചാർജിങ് സോക്കറ്റാണ് കൊടുത്തേക്കുന്നത്. അതിൻ്റെ താഴ്ഭാഗത്ത് ഇവിടെ നമ്മുടെ സീറ്റ് വെന്റിലേഷൻ്റെ ബട്ടണും കാണാം. നൈസ്. ഇതിനകത്ത് വെന്റിലേഷനും കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സ്ഥലതാ ഇവിടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു കപ്പ് ഹോൾഡർ ആക്ടിവേറ്റ് ചെയ്ത് വരും. ഇൻട്രസ്റ്റിംഗ്. അതുപോലെ ഇവിടുത്തെ വെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ചെറിയ സ്റ്റോറേജ് സ്പേസ്, ആഷ് ട്രേ പോലെയും വർക്ക് ചെയ്യും എന്നുള്ളതാണ്. സെൻറ്റർ ഭാഗം കാലിയാണ്. ഡ്രൈവർ പെട്ടെന്ന് ചേഞ്ച് ചെയ്യണമെന്നെങ്കിലൊക്കെ ഇതിലൂടെ തന്നെ ചേഞ്ച് ചെയ്യാം. വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അങ്ങനെയാണ് ഇതിൻ്റെ ഡാഷ്ബോർഡ് കൊടുത്തത്. ഇനി ഇതൊക്കെ ഒരു സ്ക്രാച്ച് പ്രൂഫ് മെറ്റീരിയലാണ്.
ഇവിടെ ആ ഒരു വുഡൻ ട്രിമ്മ് പോലത്തെ ഭാഗം കാണാം. ഗ്ലോ ബോക്സ്, AC വെൻറ്റ് ഒക്കെ ഒരു പ്ലെയിൻ ആണ്. അതുപോലെ തന്നെ ഇവിടെയും ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഈ ബട്ടണൊക്കെ കഴിഞ്ഞാൽ നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് ആക്ടിവേറ്റ് ചെയ്ത് വരും. അതിനകത്ത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയും നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. സ്റ്റിയറിംഗ് വീലിനെ കുറിച്ച് പറയാം. ഒരു ലെതർ റാപ്പഡ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ്. അതിനകത്തൊരു സ്ക്രാച്ച് പ്രൂഫ് മെറ്റീരിയൽ ഒക്കെ കൊടുത്തിട്ടുണ്ട്. വോളിയം അപ്പ് ആൻഡ് ഡൗൺ മോഡ് സെലക്ഷൻ തുടങ്ങിയിട്ടുള്ള കാര്യമാണ്. ക്രൂസ് കൺട്രോൾ ഉണ്ട് ഈ വാഹനത്തിനകത്ത്. നോക്കൂ, ഇവിടെ ക്രൂസ് കൺട്രോളിൻ്റെ ബട്ടൺ നമുക്ക് കാണാം. ഓൺ ഓഫ് അതുപോലെ തന്നെ സെറ്റ് ചെയ്യാനുള്ള ബട്ടൺസ് കാര്യങ്ങൾ. 2011 ക്രൂസ് കൺട്രോളുമായിട്ട് വന്നിട്ടുള്ള മോഡലാണ്. അതുപോലെ ഡാഷ്ബോർഡ് നോക്കിയാൽ വളരെ ദൂരത്തിലാണ്, നമുക്ക് അങ്ങോട്ട് എത്തുമൊന്നുമില്ല, അത്രയും ദൂരമുണ്ട്, അത്രയും വലിയ ഗ്ലാസ് ആണ്. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഷെയ്ഡ് കാണാം. അതിനകത്ത് മിററും ലാമ്പും കൊടുത്തിട്ടുണ്ട്. അത് 2 ഭാഗത്തും കൊടുത്തിട്ടുണ്ട് കേട്ടോ, മിററും ലാമ്പും കാര്യങ്ങളൊക്കെ. അതിന് ഈ മെറ്റീരിയലും കുഴപ്പമൊന്നുമില്ല, ഇപ്പോഴും നല്ല വൃത്തിയിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളത് വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. സെക്കൻഡ് റോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ തേർഡ് റോ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്നിട്ട് ഇത് മടക്കി വെച്ചിട്ട് നമുക്ക് ഈ സീറ്റിൻ്റെ കുറച്ച് ഫൺ എലമെൻറ്റുകൾ കാണിക്കാനുണ്ട്. ഈ സീറ്റിനകത്ത് അത്യാവശ്യം നന്നായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. ലോങ് യാത്രക്കൊക്കെ പോകാൻ പറ്റും. കാരണം നല്ല ലെഗ് റൂം ഉണ്ട്, നല്ല ഹെഡ് റൂമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം നല്ല കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം ഇതൊരു മിനി വാനാണ് എന്നുള്ളതാണ്. സീറ്റ് തൈ സപ്പോർട്ടും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, അതൊന്നും എക്സ്പെക്ട് ചെയ്യരുത്. അതിനെ നമുക്ക് റിക്ലൈൻ ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു വയറാട്ടോ, ഇത് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ നമുക്കിതിങ്ങനെ റിക്ലൈൻ ചെയ്ത് വെക്കാൻ പറ്റും. സ്ട്രൈറ്റ് ആയിട്ട് വെക്കാം, ഇതാക്കി വെക്കാം. ഇനി ഒന്നുമില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ കിടത്തിയും വെക്കാം. നോക്കൂ, ഞാൻ കാണിച്ചിടാം. യെസ്, അയ്യോ, പക്ഷേ അവിടെ ഇങ്ങനെ കിടക്കാൻ പറ്റില്ല. എനിക്കിട്ടാ, ബാക്കിയുള്ളവർ കിടക്കാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷേ നമുക്കിങ്ങനെ ചാരിയൊക്കെ ഇരിക്കാട്ടാ, നല്ല അടിപൊളിയായിട്ട്. കുറേ ഫങ്ഷൻസ് ഇതിൽ നമ്മൾ സ്വയമായിട്ട് കണ്ടെത്തണം. കാരണം അവർ അതിനുള്ള എല്ലാ ഫെസിലിറ്റിയും കൊടുത്തിട്ടുണ്ട്. യെസ്, അപ്പോൾ ഇതാണ് ഇതിൻ്റെ റിയർ സീറ്റ്, അതായത് തേർഡ് റോ സീറ്റ് വരുന്നത്. പിന്നെ ലാമ്പ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഇനി ഞാൻ ഇരിക്കുന്നത് ഇതിൻ്റെ സെക്കൻഡ് റോ സീറ്റിലാണ്. ഏറ്റവും ഫൺ ആയിട്ടുള്ള സെക്കൻഡ് റോ സീറ്റ് എന്നതിനെ വിശേഷിപ്പിക്കാം. കാരണം അത്രമാത്രം ഗിമ്മിക്കുകൾ ഇത് ഉപയോഗിച്ച് കാണിക്കാനുണ്ട്. പ്രിവിയ എന്ന് പറയുന്ന ഒരു മോഡൽ ഇന്റർനാഷണലി ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിൽ അവൈലബിൾ ആയിട്ടുള്ള പേര് പ്രിവിയ എന്നാണ്. എസ്റ്റിമ എന്നുള്ളത് ജപ്പാനിൽ മാത്രമാണ്. ടൊറോങ്കോ അങ്ങനെ എന്തോ എന്നാണ് ഓസ്ട്രേലിയയിൽ, അതിൻ്റെ പേര് കറക്റ്റ് ഞാൻ ഓർക്കുന്നില്ല. ആ പ്രിവിയ എന്ന് പറയുന്ന മോഡലിനകത്ത് നമ്മുടെ സീറ്റുകൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം നമുക്ക് ഇതിനെ നേരെ തിരിച്ചിട്ട് ബാക്കിലത്തെ സീറ്റിൻ്റെ ആൾക്കാരായിട്ട് ഇങ്ങനെ ഫേസ് ടു ഫേസ് ആയിട്ട് ഇരുന്ന് വർത്തമാനം പറയാനുള്ള ഓപ്ഷൻ പ്രിവിയയുടെ മോഡലുകളിൽ ഉണ്ടായിരുന്നു. ഇതിലേക്ക് വന്നപ്പോൾ അതൊന്നുമില്ല. പക്ഷേ എന്നാലും ഇതിനകത്ത് കുറച്ചായിട്ടുള്ള ഫണ്ണായിട്ടുള്ള സംഭവമുണ്ട്. ഒന്നാമതൊരു കാര്യം, ഈ 2 സീറ്റുകൾ തമ്മിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇപ്പുറത്തെ ആളോട് നമുക്ക് എന്തെങ്കിലും സ്വകാര്യമൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ അടുത്തേക്ക് വന്നിട്ട് കുഷിക്കാനുള്ള ഓപ്ഷൻ ഈ സീറ്റ് കൊടുത്തിട്ടുണ്ട്. പ്രൈവസിനെ അവർ മാനിക്കുന്നുണ്ട്. മറ്റൊന്ന് ഇവിടെ ഒരു ട്രേ നമുക്ക് കാണാം. ഇതിനകത്ത് ഫുഡ് വെക്കാം, കപ്പ് ഹോൾഡേഴ്സ്, അങ്ങനത്തെ ആക്ടിവിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഫോൾഡബിൾ ആണ്. ഇവിടെ ഒരു ചെറിയൊരു ലോക്ക് സിസ്റ്റം ഉണ്ട്, അത് ഉപയോഗിച്ച് നമുക്കിതിനെ ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും എന്നുള്ളത്. മറ്റൊന്ന് തൈ സപ്പോർട്ട് ഇവിടെ ഉണ്ടോ, നമുക്ക് തൈ സപ്പോർട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. ഈ തൈ സപ്പോർട്ടിൻ്റെ പർപ്പസ് ഞാൻ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചു തരാം. അതിന് മുന്നേ ഒരു കാര്യം കൂടി കാണിക്കാം. ഇപ്പോൾ ഈ സീറ്റ് ഇരിക്കുന്നു നമ്മൾ ഡിസ്റ്റൻസ് കണ്ടില്ലേ. അപ്പോൾ ലെഗ് റൂം ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇനി ഇതിനകത്ത് നമുക്കൊരു ലിമോസിൻ സെറ്റപ്പ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കുറച്ചുകൂടി വിശാലമായിട്ടുള്ള ലെഗ് റൂമും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിലേക്ക് ഞാൻ വരാം. പിന്നെ അതിന് മുന്നേ തന്നെ ഒരു കാര്യം പറയാം, 2 ആളുകൾക്കും 2 ഹാൻഡ് റെസ്റ്റ് വീതമുണ്ട്. ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ഹാൻഡ് റെസ്റ്റ് ആണ്. അതും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സീറ്റ് ബെൽറ്റ് കാണാം. പിന്നെ പ്രിവിയ മോഡലിനകത്ത് 2 സീറ്റ് ബെൽറ്റ് ഉണ്ടാവും റിയർ പാസഞ്ചറിന്. കാരണം എന്താ അറിയോ, ഇവിടെ ഇപ്പോൾ ഒരു സീറ്റ് ബെൽറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ സീറ്റ് തിരിച്ചിട്ട് കഴിഞ്ഞാൽ അത് പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ കേസിൽ സീറ്റ് ബെൽറ്റ് തന്നെയാണ് ഈ സീറ്റ് ബെൽറ്റ് ക്രമീകരിച്ചിട്ടുള്ളത്. പക്ഷേ പ്രീവിയനകത്തേക്ക് വരുന്ന സമയത്ത് സി പില്ലർമലായിരുന്നു. അതുകൊണ്ട് സീറ്റിൽ തന്നെ ഒരു സീറ്റ് ബെൽറ്റിൻ്റെ ഓപ്ഷനും സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു പ്രീവിയ മോഡലിനകത്ത് കേട്ടോ. ഓക്കെ, ഇനി മറ്റൊരു കാര്യം, ഈ സീറ്റ് ഞാൻ റെയിൽ കാണിച്ചു തന്നിരുന്നില്ല, ബാക്കിൽ വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്നുള്ളത്. അത് എത്രമാത്രം പോകുന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതിനെ ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിനെ ഇങ്ങോട്ട് നീക്കിയതിന് ശേഷം നമ്മളെ നോക്കൂ, യെസ്, ഇത്രം വരെ നമുക്ക് ബാക്കിലേക്ക് നീട്ടാം. അപ്പോഴാണ് ഈ തൈ സപ്പോർട്ടിൻ്റെ സപ്പോർട്ട് പിന്നെയും വരുന്നത്. കേട്ടാ, ഈ തൈ സപ്പോർട്ടൊക്കെ ആക്റ്റീവാക്കി വെച്ച് സീറ്റിനെ നമുക്കൊന്ന് റിക്ലൈൻ ചെയ്ത് വിശാലമായിട്ട് കിടന്ന് യാത്ര ചെയ്യാം. ഈ എക്സ്റ്റെൻഡബിൾ തൈ സപ്പോർട്ട് ഇനിയിപ്പോൾ മൊബൈൽ നോക്കണമെങ്കിൽ അതിനൊരു സപ്പോർട്ടായിട്ട് ഇത് ഉപയോഗിക്കട്ടോ. കൈ നമ്മളെ പൊസിഷനിൽ വെച്ചിട്ട് ഇങ്ങനെ മൊബൈൽ ഉപയോഗിക്കാനും ഈ സെറ്റപ്പ് ഉപയോഗിക്കാം എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ 7 സീരീസിനേക്കാളും അടിപൊളി സീറ്റിംഗ് പൊസിഷനാണ്. സീറ്റാണെന്ന് ഞാൻ അവകാശപ്പെടില്ല, സീറ്റിംഗ് പൊസിഷൻ നല്ലതാണ്. ഇത്രയും ലെഗ് റൂം നമുക്കുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ വണ്ടി വാങ്ങിയിട്ട് അച്ഛനും അമ്മയും പോവുകയാണെങ്കിൽ കുഞ്ഞു കുട്ടികളെ കളിപ്പിക്കാനുള്ള ഫെസിലിറ്റി വരെ ഇവിടെ ഉണ്ട്. അവരുടെ കളിക്കുന്ന സാധനമൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചാൽ മതി. നൈസ്, വെറൈറ്റി ആയിട്ടുള്ള സെക്കൻഡ് റോ ആണ്. ലാമ്പ് കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് റോ പാസഞ്ചേഴ്സിന് AC വെൻറ്റ് കൊടുത്തിട്ടുണ്ട്. കയറാനും ഇറങ്ങാനും ഒരു ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. അത് ഈ ഒരു ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. ഇൻട്രസ്റ്റിംഗ്. അകത്തുനിന്ന് കൺട്രോൾ ചെയ്യാം, ഡ്രൈവർക്ക് അപ്പുറത്തുനിന്ന് കൺട്രോൾ ചെയ്ത് കൊടുക്കാം, എല്ലാം ചെയ്യാം. ഇവിടെയും നമുക്കൊരു കപ്പ് ഹോൾഡർ ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട് ബാക്കിലത്തെ പാസഞ്ചേഴ്സിന് ആവശ്യമുള്ള ആക്ടിവിറ്റികൾക്ക് വേണ്ടിയിട്ട് എന്നുള്ളതാണ്.
അടിപൊളിയല്ലേ ഈ സെക്കൻഡ് റോ. ഇനി നമ്മൾ ബോണറ്റ് ഓപ്പൺ ആക്കുന്ന സമയത്ത് ഇത്രയും ഭാഗം മാത്രം കേട്ടോ ബോണറ്റ് ഉള്ളത്. ഓപ്പൺ ആവുമ്പോൾ മനസ്സിലാവൂടാ. വളരെ കുഞ്ഞ് ബോണറ്റാണ്. ഇതിനകത്തൊരു 2362 cc ഇൻലൈൻ 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ്. 2.4 ലിറ്റർ പെട്രോൾ എഞ്ചിൻ, 167 HP പവറും 224 Nm ടോർക്കുമാണ് ഇത് ഉൽപ്പാദിപ്പിക്കുക. ഇനി ഗിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 6 സ്പീഡ് ട്രാൻസ്മിഷനാണ് ഇതിനകത്ത് വരുന്നത്. ഇനി ഞാനിതൊന്ന് ജസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാണ്. ഇതിൻ്റെ ഹാൻഡ് ബ്രേക്ക് ശരിക്കും ലെഗ് ബ്രേക്കാണ്, കാലിനകത്താണ് കൊടുത്തേക്കുന്നത് കേട്ടോ. 6 സ്പീഡ് ഗിയറാണ് വരുന്നത്. ഇനി വേറെ കാര്യം, ഈ വണ്ടിയുടെ പ്രൈസ് എത്രയാണെന്ന് അറിയേണ്ട ആളുകൾക്ക്, ഇത് ശരിക്കും ലെക്സ് മോട്ടോ എന്ന് പറയുന്ന കേരളത്തിലെ ഒരു ഡീലർഷിപ്പിനകത്ത് സെയിലിന് വന്നേക്കുന്ന വണ്ടിയാണ്. 24 ലക്ഷം രൂപ കൊടുത്തിട്ടാൽ നിങ്ങൾക്ക് ഈ ഒരു വണ്ടി സ്വന്തമാക്കാൻ പറ്റും. കേരള രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലെക്സ് മോട്ടോ അത്യാവശ്യം നല്ല പ്രീമിയം കാറുകൾ സെല്ല് ചെയ്യുന്ന, അതായത് നല്ല പ്രീമിയം കാറുകൾ, അതായത് കുറഞ്ഞ കിലോമീറ്റർ ഓടിയിട്ടുള്ള നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഹിസ്റ്ററി നല്ലതുള്ള വണ്ടികളൊക്കെ സെല്ല് ചെയ്യുന്ന ഒരു ഡീലർഷിപ്പാണ്. അപ്പോൾ അവർ നമ്പർ കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വണ്ടി അവരേക്കത് വാങ്ങാം, വേറെ ഒരുപാട് വണ്ടികളുണ്ട്, അതും അവരേക്കത് വാങ്ങാം എന്നാണ്. എനിവേ ഇത് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഡ്രൈവിംഗ് ഫീലുകളിലേക്ക് വരാം. സസ്പെൻഷൻ അത്യാവശ്യം നല്ല സ്മൂത്താണ്. ഒരു വാൻ ഓടിക്കുന്ന ഫീലൊന്നും ആക്ച്വലി ഇല്ല. നൈസായിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്ത് കൊണ്ടു നടക്കാൻ പറ്റും. നൈസ് ഫീല്. അങ്ങനെ ഭയങ്കരമായിട്ട് നോയ്സ് വരുന്ന പോലത്തെ ഫീലും ഇല്ല. നോയ്സ് കേൾക്കുന്നുണ്ട്, എന്നാൽ അതിനൊരു മെച്യൂരിറ്റി ഫീലും അതൊക്കെ തോന്നുന്നുണ്ട്. അതായത് ഒരു ഒതുങ്ങിയ പോലത്തെ. നല്ല സ്മൂത്ത് ഡ്രൈവ് ആട്ടോ. ആക്സലറേഷനൊക്കെ അത്യാവശ്യം നല്ല റെസ്പോൺസീവായിട്ട് ഫീൽ ചെയ്തു. ടൊയോട്ട എഞ്ചിനുകളുടെ പ്രത്യേകത ഞാൻ എപ്പോഴും പറയുന്നതാണ്, വണ്ടി തകർന്നു കഴിഞ്ഞാലും എഞ്ചിനൊന്നും പറ്റില്ല. കാരണം അവർ അത്രയും കൂടുതൽ ഇതിൻ്റെ R&Dക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്. സോ ആ കാര്യത്തിൽ അടിപൊളിയാണ്, സൂപ്പർ. ടേണൊക്കെ എടുക്കുമ്പോൾ അടിപൊളി. നല്ല നൈസായിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നത് അത്യാവശ്യം നല്ല ഫൺ ഡ്രൈവ് ആയിട്ടുള്ളൊരു വണ്ടി തന്നെയാണ്. സ്റ്റിൽ ഇത് നല്ല ഫണ്ണായിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ആശ്ചര്യഘടകമായിട്ടുള്ള ഒരു കാര്യം. അതായത് ഇത്ര വർഷം കഴിഞ്ഞിട്ട്, ഇപ്പം എനിക്ക് തോന്നുന്നത് 2011 വണ്ടി എന്ന് പറയുമ്പോൾ ഏറെക്കുറെ 14 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മളിപ്പോൾ ഈ ഒരു വണ്ടി ഡ്രൈവ് ചെയ്യുന്നത്. പ്രൊഡക്ഷന് ശേഷം കേട്ടോ. ഒരുപാട് ആളുകൾ കൈമാറി വന്നതായിരിക്കും. ഒരുപാട് ആളെന്ന് പറഞ്ഞാൽ അത്രയൊന്നും ഉണ്ടാവില്ല, അത് കറക്റ്റ് എനിക്കറിയില്ല. എന്തായാലും 2-3 ആൾക്കാർ ഓടിച്ചിട്ടുണ്ടായിരിക്കും, 2-3 ഓണേഴ്സ് ഉണ്ടായിരിക്കും എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അതൊക്കെ നോക്കുന്ന സമയത്ത് ഇപ്പോഴും ഇത് നല്ല സ്മൂത്ത് ആൻഡ് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്നു. അത്ര റൗ സൗണ്ട് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ് വീഡിയോ ചെയ്തേക്കാണ് പരിമിതമായ സമയത്തിനകത്ത്. കാരണം മഴ പെയ്ത് ലൈറ്റൊക്കെ ഡൗൺ ആയി, അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് അവസാനിപ്പിക്കുന്നത്. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ട്, അതിൽ ഫോളോ ചെയ്യാനും മറക്കരുത്. കൂടുതൽ വിശേഷങ്ങൾ അറിയാനും ഇത് ഓടിച്ച് നോക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, വാങ്ങണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ലെക്സ് മോട്ടോയെ ബന്ധപ്പെടാം. അവരുടെ നമ്പറും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.